ഹായ് രാജു, ഈ പൂന്തോട്ടം എന്തു മനോഹരമാണ്. പൂക്കളെല്ലാം പല നിറങ്ങളിൽ. പക്ഷേ ഒരു സംശയം, നമ്മൾ ഈ പൂക്കളെ കാണുന്നത് പ്രകാശത്തിലാണല്ലോ. എന്നിട്ടും എന്താണ് ഇവയ്ക്ക് ഇത്രയും വ്യത്യസ്ത നിറങ്ങൾ? രാധേ, നിന്റെ ഈ സംശയം എന്നെ ചിരിപ്പിച്ചു. പൂക്കളെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും അവ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുന്നതിന് കാരണമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത്ര ലളിതമല്ല ഈ വർണ്ണങ്ങളുടെ ലോകം. അപ്പോൾ ഒരേ പ്രകാശം പല നിറങ്ങളെ എങ്ങനെ കാണിക്കുന്നു? മായാജാലമാണോ? മായാജാലമല്ല, ഫിസിക്സ്. ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടത്തിവിട്ടു നോക്കിയാൽ കാര്യം മനസ്സിലാവും. ലേസർ ടോർച്ച് കണ്ടിട്ടില്ലേ? അതിൽ നിന്നുള്ള പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം വരും. ഇത് രസകരമായ ഒരു കാഴ്ചയാണ്. ദിശവ്യതിയാനമോ? പ്രകാശത്തിന് വഴിതെറ്റിപ്പോവുമോ? ഏകദേശം അങ്ങനെ പറയാം. വായുവിൽ നിന്ന് പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും തിരിച്ച് വായുവിലേക്ക് വരുമ്പോഴും പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിക്കും. പ്രിസത്തിന്റെ പാദഭാഗത്തേക്കാണ് ഈ വ്യതിയാനം. പ്രകാശത്തിനു പോലും അടിതെറ്റാം എന്ന് സാരം. കൊള്ളാലോ. അപ്പോൾ സൂര്യപ്രകാശമാണെങ്കിലോ, അതും പ്രസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇങ്ങനെ വഴിതെറ്റുമോ? സൂര്യപ്രകാശം കുറച്ചുകൂടി രസകരനാണ്. ഒരു സമതല ദർപ്പണം ഉപയോഗിച്ച് സൂര്യപ്രകാശം വെളുത്ത ചുമരിൽ പതിപ്പിക്കുക. എന്നിട്ടൊരു പ്രിസം വെച്ചാൽ ചുമരിൽ മഴവില്ല് പോലെ വിവിധ വർണ്ണങ്ങൾ പ്രത്യക്ഷപ്പെടും. മഴവില്ലോ? സ്കൂളിൽ പഠിച്ച വിബ്ജിയോ ആണോ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. കൃത്യമായി പറഞ്ഞു. ധവളപ്രകാശത്തിലെ ഈ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് വർണ്ണരാജി അല്ലെങ്കിൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓരോ വർണ്ണത്തിനും ഓരോ തരംഗദൈർഘ്യമാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് കൂടുതൽ വ്യതിയാനവും കൂടിയ ചുവപ്പിന് കുറഞ്ഞ വ്യതിയാനവുമാണ്. ഓഹോ, അപ്പോൾ പ്രകാശത്തിന് വലിപ്പച്ചെറുപ്പമനുസരിച്ച് വ്യതിയാനം വീഴുമെന്നാണോ? എന്നെപ്പോലെ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് വ്യതിയാനം വരില്ല എന്നതുപോലെ. ചിരിക്കുന്നു. ഏകദേശം അങ്ങനെ കൂട്ടിക്കോ. ഈ പ്രതിഭാസത്തെയാണ് പ്രകാശപ്രകീർണനം എന്ന് പറയുന്നത്. ആകാശത്ത് മഴവില്ലുണ്ടാകുന്നതും ഈ പ്രകീർണനം വഴിയാണ്. മഴവില്ല് നമുക്കുണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും. സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യന്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തു നോക്കിയാൽ മതി. കൃത്രിമമായൊരു മഴവില്ല് കാണാം. പക്ഷെ സൂര്യന്റെ അതേ ദിശയിൽ സ്പ്രേ ചെയ്താൽ മഴവില്ലുണ്ടാകില്ല കേട്ടോ. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്. അപ്പോൾ മഴവില്ല് കാണണമെങ്കിൽ സൂര്യന് പുറം തിരിഞ്ഞു നിൽക്കണം എന്നാണോ? പ്രകാശത്തിനു പോലും അഹങ്കാരമുണ്ടല്ലേ? മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ കിഴക്ക് ഭാഗത്തുമായിരിക്കും. ജലകണികകളിലൂടെ കടന്നുപോകുമ്പോൾ സൂര്യപ്രകാശത്തിന് അപവർത്തനവും ആന്തരപ്രതിപതനവും ഒക്കെ സംഭവിക്കും. ഇതിന്റെ എല്ലാം ഫലമായാണ് മഴവില്ലുണ്ടാകുന്നത്. അപ്പോൾ ഈ വർണ്ണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാൽ എന്ത് കിട്ടും? നല്ല ചോദ്യം. ഈ വർണ്ണങ്ങളെല്ലാം കൂടി രണ്ടാമതൊരു പ്രിസത്തിലൂടെ വിപരീത ദിശയിൽ കടത്തിവിട്ടാൽ ചുമരിൽ വീണ്ടും ധവളപ്രകാശം ലഭിക്കും. അതാണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം, അതായത് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ഈ നിറങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? അങ്ങനെയല്ല. സൂര്യരശ്മികളിൽ ഇൻഫ്രാറെഡ് വികിരണങ്ങളും അൾട്രാവയലറ്റ് വികിരണങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂര്യരശ്മികളിലെ ചൂടിന് കാരണം ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ്. എന്നാൽ അൾട്രാവയലറ്റ് വികിരണങ്ങളാണ് ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ അമിതമായി ഇവ ശരീരത്തിൽ പതിക്കുന്നത് ഹാനികരമാണ്. അപ്പോൾ സയൻസ് എന്നത് സൂര്യന് പോലെയാണ്, ഗുണവും ദോഷവുമുണ്ട് തീർത്ഥം. കറക്റ്റ്. ഈ വികിരണങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ശൂന്യതയിൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. ഇവയെയാണ് വൈദ്യുതകാന്തിക വികിരണങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ ക്രമമായ വിതരണത്തെ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്നും. വേറെന്തൊക്കെയുണ്ട് ഈ പ്രകാശലോകത്ത്? പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും കേട്ടിട്ടുണ്ടോ? ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ. ഇവ മൂന്നും ഒരുമിച്ച് ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കും. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ കിട്ടുന്നതാണ് ദ്വിതീയ വർണ്ണം. ഉദാഹരണത്തിന് ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞ കിട്ടും. അപ്പോൾ മഞ്ഞയിൽ ചുവപ്പും പച്ചയുമുണ്ട്, നീലയില്ല അല്ലേ? ശരിയാണ്. ഒരു ദ്വിതീയ വർണ്ണത്തോടുകൂടി ഏത് വർണ്ണം ചേരുമ്പോഴാണോ ധവളപ്രകാശം ലഭിക്കുന്നത്, ആ വർണ്ണജോഡികളെയാണ് പൂരകവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. വർണ്ണങ്ങളുടെ കെമിസ്ട്രി പോലെയാണല്ലോ ഇത്. പ്രകാശവർണ്ണങ്ങൾ ഇങ്ങനെയെങ്കിൽ ചായങ്ങളിൽ സിയാൻ, മജന്ത, മഞ്ഞ എന്നിവയാണ് പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത്. എന്റെ അമ്പൂമ്മ പറയാറുണ്ടായിരുന്നു, കത്തിച്ച ചന്ദനത്തിരി വേഗത്തിൽ ചുഴറ്റുമ്പോൾ അഗ്നിവലയം കാണാമെന്ന്. അതെന്താ അങ്ങനെ? അതാണ് വീക്ഷണസ്ഥിരത, അതായത്
പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാറ്റിയാലും അതിന്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ നിലനിൽക്കും. ന്യൂട്ടന്റെ കളർ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ വെള്ള നിറത്തിൽ കാണുന്നതും ഈ വീക്ഷണസ്ഥിരത മൂലമാണ്. അപ്പോൾ സിനിമാ തിയേറ്ററിൽ കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിന്റെ ഒരു പുതിയ വേർഷനാണ് അല്ലേ? ചിരിക്കുന്നു. അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ നിറം പകൽ വെളിച്ചത്തിൽ മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു വസ്തുവിൽ നിന്ന് ഏതു പ്രകാശവർണ്ണമാണോ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്, ആ നിറത്തിലായിരിക്കും നാം ആ വസ്തുവിനെ കാണുന്നത്. സൂര്യപ്രകാശം ഒരു സംവിധ പ്രകാശമാണ്. അതിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ വസ്തുവും അതിന്റെ നിറത്തിനനുസരിച്ച് വ്യത്യസ്ത വർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ആകാശം നീലയായി കാണുന്നതെന്തുകൊണ്ടാണ്? അതതിന്റെ യഥാർത്ഥ നിറമാണോ? അതുമൊരുതരം മായാജാലമാണ്. പ്രകാശത്തിന്റെ വിസരണം, അതായത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ സൂക്ഷ്മകണികകളിൽ തട്ടിച്ചിതറും. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീലാവർണ്ണങ്ങൾക്ക് കൂടുതൽ വിസരണം സംഭവിക്കുന്നു. ഈ ചിതറിയ പ്രകാശമാണ് ആകാശത്ത് വ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ആകാശം നീലയായി കാണുന്നത്. അപ്പോൾ ആകാശം ഒരു വലിയ ബ്ലൂ സ്ക്രീനാണ് അല്ലേ? എനിക്ക് ഈ കളർഫുൾ ലോകം കൂടുതൽ ഇഷ്ടപ്പെട്ടു. സയൻസ് ഇത്ര രസകരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി എന്തെങ്കിലും സംശയം വന്നാൽ എന്നെ വിളിച്ചാ മതി. ഞാൻ ലൈറ്റായിട്ട് പറഞ്ഞുതരാം. ഹ ഹ ഹ ഹ.